ദൈവത്തിന് ഈ രാത്രിയും നന്ദിയോടെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. I should all glory and honor to God who has extended His word of God for the past weeks. പുതിയ വർഷക്കാലവും ധാരാളമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും തിരുവചന നിമിത്തം ദൈവം നമുക്ക് നൽകി തരട്ടെ. Even in this new year onwards, may God enrich us with the word of God. നമ്മുടെ കർത്താവ് സന്ദർഭോചിതമായി തന്റെ ഐഹിക ജീവകാലത്ത് തിരുവചനം തന്റെ മക്കൾക്ക് നൽകി കൊടുത്തിട്ടുണ്ടല്ലോ. And our Lord Jesus has given the word of God to the children of God each and every time. പലരും കർത്താവിൽ നിന്ന് പ്രാപിച്ച ഭൗതിക കാര്യങ്ങളാണ് വലുതായി കണ്ടിട്ടുള്ളത്. Many people have taken into consideration the material blessings that God has given them. അതൊക്കെ താൽക്കാലികമായി അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ കർത്താവ് നൽകി കൊടുത്തത് നിലനിൽക്കുന്ന വിലപ്പെട്ട അനുഗ്രഹങ്ങൾ. The material blessings were all temporary, but the word of God is eternal, and that's what Jesus Christ has given to us. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാറ്റിലും വലുതായിട്ട് ദൈവവചനത്തെ നാം കാണും. So whatever we receive in this world, we have to take the word of God as a prime importance in our lives. ജഡത്തിൽ വെളിപ്പെട്ട നമ്മുടെ കർത്താവാണ് ദൈവവചനമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചനമെന്ന് നാം മറന്നു പോകരുത്. Do not forget that our God Jesus was born in flesh, and He has given this word of God to us. യേശുക്രിസ്തുവിനെ നാം കൊടുക്കുന്ന അതേ വലിപ്പം ദൈവത്തിന്റെ വചനത്തിനും നാം കൊടുക്കണം. The same importance that we give to Jesus Christ, we have to give the same importance to the word of God. ഈ വചനം നമ്മുടെ അകത്ത് ചെന്നിട്ടാണ് നാം ദൈവത്തിന്റെ മക്കളായി മാറ്റപ്പെട്ടത്. This word of God came inside us, and we were called or being born again children of God. വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശത്രുവിന്റെ മേൽ ജയമെടുപ്പാൻ കഴിയും. Because we abide in the word of God, we are able to overcome our enemies. Hallelujah. Hallelujah. ഈ പുതുവർഷത്തിലും തന്റെ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Even in this new year, may God bless us with the word of God. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇന്ന് രാത്രി 1-2 ചിന്തകൾ കർത്താവ് തന്നത് നാം പങ്കുവെക്കുക. We are going to meditate Matthew chapter 10, a few words from it. അതിന്റെ 25-ാമത്തെ വാക്യം. Verse 25, Matthew 10:25. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനും മതി, യജമാനനെ പോലെയാകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ. ഈ 10-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ ശിഷ്യന്മാരെ യേശുക്രിസ്തു വലിയ ദൗത്യം ഏൽപ്പിച്ച് അയക്കുന്നത് കാണാനായിട്ട് സാധിക്കും. If you read the Gospel of Matthew chapter 10, we see Jesus Christ gives a great commission to the disciples. 1-ാമത്തെ വാക്യം. അനന്തരം അവൻ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിപ്പിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ച് അവർക്ക് പരിചയമില്ലാത്ത ഇടങ്ങളിലേക്ക് അയക്കുക. Our Jesus Christ is giving the authority to the disciples in various things that they did not know, and He's sending them across. ലോകപ്രകാരം പല ജോലികളും അവർക്ക് അറിയാം. According to the world, they know many jobs how to do it. പത്രോസിനോടോ യാക്കോബിനോടോ യോഹന്നാനോടോ ഒക്കെ പോയി കുറെ മീൻ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അവർക്കത് പരിചയമുള്ള ജോലിയാണ്. It is a very acquainted job of fishing if you ask Peter, John or James. എന്നാൽ അവർക്ക് പരിചയമില്ലാത്ത ഒരു ജോലിയുമായിട്ട് അവരെ കർത്താവ് അയക്കുക. But a job which they do not have any experience, Jesus is sending His disciples. കേൾക്കാൻ എളുപ്പമാണെങ്കിലും അവർ ചെയ്യാൻ പോകുന്ന ജോലി വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. To hear it's very easy for us, but what they're going to do is a very difficult thing. രോഗികളെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ആശ്വാസം തോന്നും. We may say to heal the sick, it is a comforting word. എന്നാൽ അവരോട് പറയുന്ന സകലവിധ രോഗങ്ങളെയും സൗഖ്യമാക്കണമെന്നാണ്. It says to heal all kinds of sickness. യഹൂദന്മാർ പേടിക്കുന്നതും അറയ്ക്കുന്നതുമായ രോഗങ്ങളും ആ കൂട്ടത്തിലുണ്ട്. Even the Jews, which they hate, the sickness is also in the midst of those sickness and disease. അവർക്ക്
കുഷ്ഠരോഗം ബാധിച്ച ഒരു വ്യക്തിയെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. They cannot leave apart a person who has leprosy. അവർക്ക് ചില രോഗങ്ങൾ അറയ്ക്കുന്നതും അകലെ നിർത്തേണ്ടതുമാണ്. And certain disease and sickness, it's hated there, and they have to keep them the distant way. ഒരു പനി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. To pray for a sick, for a fever, it's a very small thing. എന്നാൽ രക്തസ്രവമുള്ള ഒരു വ്യക്തിയെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ അത് അശുദ്ധമാണ്. അവർ ദൂരെ നിൽക്കേണ്ട രോഗമാണ്. But a woman who is unclean in the blood and she's having those disease, which means she has to be kept away. അതുപോലെ തന്നെയാണ് കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിയെ ദൂരെ നിർത്തേണ്ടതാണ്. A leprosy or a leper always need to be kept distant. That is the disease. അങ്ങനെ യഹൂദന്മാർക്ക് അറപ്പും അകന്നു നിൽക്കുന്നതുമായ രോഗങ്ങളെ പോലും ഇവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾ സൗഖ്യമാക്കണം. But anything, even what the Jews consider is to be very unclean and disease, Jesus says that you have to heal them. സകലവിധ വ്യാധികളെയും എന്നാണ് അവിടെ നാം വായിച്ചത്. It says all kinds of disease. അത് നാം വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ജോലിയല്ല. It is not a simple task or job. മറ്റൊരു കാര്യം അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കേണ്ട ജോലി കൊടുത്തു എന്നുള്ളതാണ്. And the other is they were given the power to cast out demons. ആഭിചാര ശക്തികൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരു കാലമായിരുന്നു യേശുവിന്റെ കാലയളവ്. Jesus' time was a time when the evil spirits reigned in great number. നമുക്കറിയാം ചില വ്യക്തികളെ വീട്ടിൽ നിന്ന് ഇറക്കി വസ്ത്രരഹിതരാക്കി കല്ലറകളിലേക്കും കാടുകളിലേക്കും ഓടിക്കുന്ന കാലമായിരുന്നു. Those were the time where some people were dragged out of their house, they were being naked and they were going towards the tomb and being there as demon possessed. ഒരു ചങ്ങല കൊണ്ട് ബന്ധിക്കുവാൻ കഴിയാതെ വണ്ണം ശക്തിയുള്ള ഭൂതാത്മാക്കൾ ആ രാജ്യത്ത് അന്നുണ്ടായിരുന്നു. In that time, during that time, the evil spirits cannot be bounded by any chains. മനുഷ്യനെ അങ്ങനെ പേടിപ്പിക്കുന്ന ഭൂതങ്ങളുടെ മേൽ ഇവർക്ക് അധികാരം കൊടുത്ത് കർത്താവ് അയക്കുക. And Jesus is sending them the power which has the authority over those demons. ചില വ്യക്തികളെ കുനിച്ച് നിർത്തുന്ന രോഗവാത്മാവായിട്ട് അഥവാ കൂനിയായി സ്ത്രീയെ പോലെ അനേകരെ ആക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടായിരുന്നു. And there are evil spirits which will make a person bow down or has a hump on the back. ഒരു വാക്കിൽ ഭൂതത്തിന്റെ മേൽ അധികാരം എന്ന് പറയുമ്പോൾ എളുപ്പമായി തോന്നിയാലും ശക്തിയുള്ള പിശാചികളോട് അവർ പോരാടേണ്ടിയിരുന്നു. It's a very simple term to say, given the power and authority over demons, but they have to overcome and go against it. തങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ ജോലി ഇത്രയും ഭാരമുള്ള ഭയങ്കര ജോലി കർത്താവ് അവരെ ഏൽപ്പിക്കുക. But Jesus is giving them this authority and this work and job which they did not have any experience. അവർക്ക് ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയത്തില്ല. And nobody can say no to the job that is entrusted. ആ ജോലി ഏറ്റെടുത്തേ മതിയാകും. And they have to accept that job which was given. അവരെ അഭിമുഖിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ മേലോ ഭൂതത്തിന്റെ മേലോ അവർക്ക് മാറിപ്പോകാൻ കഴിയത്തില്ല. They cannot go away from any disease or any demon that comes in right in front of them. അത് ചെയ്യുവാൻ മുൻപോട്ട് ഇറങ്ങിയേ മതിയാകത്തുള്ളൂ. They have to step ahead to heal them. ഈ പുതിയ വർഷത്തിലും നാം നമ്മേക്കാൾ വലിയ വിഷയങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കും. This 2016, more than bigger than us, the problems we have to overcome them. നമുക്ക് പരിചയമുള്ളതായിരിക്കത്തില്ല പലതും. Maybe we are not acquainted with that problem. വല്ലാതെ തുറച്ചു നോക്കുന്നതും ഭീതിപ്പെടുത്തുന്നതുമായിരിക്കും പല സംഭവങ്ങളും. Many things will just come as a strange eye and a wicked in you. എനിക്കത് വയ്യ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുവാൻ നമുക്ക് കഴിയത്തില്ല. We cannot say I am tired, I cannot do it. നാം അതിന്റെ നേരെ മുൻപോട്ട് പോയേ മതിയാകത്തുള്ളൂ. But we have to step ahead and overcome the problem. ഈ ഒന്നാമത്തെ ദിവസം കർത്താവ് നമുക്ക് ഈ ദൂതാണ് തരുന്നത്. There's the God's word that has been given on this first week itself. ഈ വർഷത്തിന്റെ ആരംഭ ശനിയാഴ്ച ദൈവത്തിന്റെ വരം നിങ്ങൾക്ക് തരികയാണ്. And the word of God has been given to each one of you on the first Saturday of the year. നമ്മുടെ കർത്താവ് വച്ചിരിക്കുന്ന വലിയ ദൗത്യമാണ്. That God has privileged us to have a great job in right in front of us. നമുക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ്. So that some things which you do not have experience, we have to overcome it. ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയാണ്. Some things which may think that will be scaring us, we have to go through it. അത് കാണുവാനല്ല കർത്താവ് പറഞ്ഞത്. God did not say that we have to see it. അവനെ സൗഖ്യമാക്കുവാനാണ്. It's to heal the sick. അത് കാണുവാനല്ല കർത്താവ് പറഞ്ഞത്. He did not say to look at them. ഭൂതങ്ങളെ മാറ്റിക്കൊടുക്കുവാനാണ്. He said to cast out the demons. Hallelujah. Praise the Lord. Hallelujah. എങ്ങനെയാണ് നമുക്കിത് സാധിക്കുന്നത്? How is it possible for each one of us? അതിനാണ് 10-ാം അധ്യായത്തിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച അനേക കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. That's what we have to understand. Many things in the chapter 10 that God has put there. നമ്മൾ വായിച്ച ഭാഗത്ത് 25-ാമത്തെ വാക്യത്തില് നമ്മുടെ കർത്താവ് നമ്മെ നാം ആരാണ് എന്നുള്ള ഒരു ബന്ധത്തിൽ പരിചയപ്പെടുത്തുന്നു. On the 25th verse,
Jesus tells us who we are. അവർ വീട്ടുടയവനെ ബേൽസുബാൽ എന്ന് വിളിച്ചുവെങ്കിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. If they have called the master of the house Beelzebub, ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, നമുക്കൊരു ഉടമസ്ഥനുണ്ട്. which means we have an owner. കണ്ടോ, നമുക്കൊരു വീട്ടുടയവനുണ്ട്. We have an owner of the house. ഹല്ലേലൂയ. Hallelujah. നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ ഇത്രയും വലിയ കാര്യങ്ങളെ അഭിമുഖിച്ച് ജയിപ്പാൻ കഴിയുന്നത്? How is it possible for us that we can overcome these problems? നമ്മെ കുറിച്ച് ഒരു ഉത്ബോധം നമുക്കുണ്ടാകണം. We need to know who we are right inside. ആരുമില്ലാത്തവരല്ല. We are not people who do not have anybody. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. We have a master. നമുക്കൊരു വീട്ടുടമസ്ഥനുണ്ട്. We have a master of the house. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നു. Our heart should rejoice knowing that. നമ്മുടെ കർത്താവ് നമ്മെ അയക്കുമ്പോൾ നമ്മുടെ അകത്ത് നമ്മുടെ കർത്താവ് ഈ ബലം തരികയാണ്. When our Jesus is sending us, God is encouraging in our heart about it. നീ അനാഥനായ ഒരു വ്യക്തിയല്ല. You are not an orphan person. നീ ആരെങ്കിലും കൂട്ടുകാരുള്ള ഒരു വ്യക്തിയാണെന്നല്ല കർത്താവ് പറഞ്ഞത്. Jesus is not saying that you have a friend in you. നിനക്കൊരു വീട്ടുടമസ്ഥനുണ്ട്. You have a master of the house. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്ന ബലമുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന്. There is a person whom we can trust always. ആ വ്യക്തി ആരാണ്? Who is that person? ആ വ്യക്തി നമുക്ക് വേണ്ടി കരുതലുള്ള വ്യക്തിയാണ്. He is that person who takes care of us. നിങ്ങൾ ആ 29ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. Verse 29. കാശിന് 2 പുരികൾ വിൽക്കുന്നില്ലയോ? ആ, അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. കണ്ടോ, നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ. പിതാവ്, കണ്ടോ, Father. നമുക്ക് ഒരു പിതാവുണ്ട്. We have a father. ആ പിതാവ് സമ്മതിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. Without the father knowing anything, it will not fall down. എത്ര ആഴമുള്ള വാക്യമാണ് ആ വാക്യം. That much important that verse is. നിന്റെ പിതാവ് ആരാണ്? Who is your father? കുറിച്ച് കരുതലുള്ള പിതാവാണ്. The father who has the courage to take care of you. അവൻ അറിയാതെ എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല. It is not without him knowing anything will happen. സംഭവിച്ചു കഴിഞ്ഞ് അവൻ നിന്നെ സഹായിക്കാൻ ഓടിയെത്തുമെന്നല്ല. It is not saying after everything happens he will come to take care of you. നാം പാർക്കുന്ന ഈ പട്ടണത്തിൽ കൊടുങ്കാറ്റിന് ചുഴലിക്കാറ്റടിച്ച് അനേക വീടുകൾ നിലംപരിചായി. Many houses were destroyed by the tornado in the city. ഇവിടെ സഹായിക്കാൻ കഴിയുള്ളവർ ഓടിയെത്തിയത് അത് സംഭവിച്ച ശേഷമാണ്. But the people who were able to help came after the incident took place. ഈ അത്യാധുനിക ഉപകരണങ്ങളുടെ അമേരിക്കയിൽ ആൾക്കാരെ സഹായിക്കാൻ അധികാരപ്പെട്ടവർ ഓടിയത് അത് കഴിഞ്ഞാണ്. With all the modern techniques in this country, the authorities came after the incident took place. ഇവിടുത്തെ പോലീസുകാർക്ക് അറിയത്തില്ലായിരുന്നു ഏത് വീടാണ് നിലംപരിചാകാൻ പോകുന്നതെന്ന്. No police knew which house is going to be destroyed. ഇവിടുത്തെ അധികാരസ്ഥന്മാർക്ക് അറിയത്തില്ലായിരുന്നു ആരാണ് മരിക്കാൻ പോകുന്നതെന്ന്. The authorities did not know who is going to die. മരിച്ചു കഴിഞ്ഞ് അവർ ശവത്തെ അതിന്റെ രീതിയിൽ ക്രമീകരിക്കും. After they see the dead body, they will cremate it. ആ വീട് നിലംപരിചായി കഴിഞ്ഞ് അവർ സഹായത്തിന് ഓടിയെത്തും. After the house is destroyed, they will come for help. എന്നാൽ നമ്മുടെ പിതാവ് അങ്ങനല്ല. But our Father is not in that way. ആ വീടിനെ കഴിഞ്ഞ് സഹായിക്കണമെന്നല്ല. It's not that after we fall down, He will help us. അറിയാതെ ഒന്നും താഴെ വീഴത്തില്ല. Without knowing, nothing will fall down. വീഴുന്നതിന് മുൻപ് അറിയുന്നതാണ് നമ്മുടെ അവസ്ഥ. Even before we fall down, our Father will know about it. നിന്റെ പിതാവ് അറിയാതെ വീഴുന്നതുപോലും നിലത്ത് വീഴത്തില്ല. Without your Father knowing, nothing will come to the ground. മഹത്വം, മഹത്വം, ഹല്ലേലൂയ. Hallelujah. നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കരുതലുള്ളവനാണെന്ന് പറയുമ്പോൾ അതിന്റെ ആഴം എത്ര വലുതാണ്. When we say that our Father has a great concern for us, it is a great depth in that word. ആ പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. Without that Father's knowledge, nothing happens. കാരണം നമുക്ക് പരിചയമില്ലാത്തതും വലിയതുമായ കാര്യം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ അകത്തുള്ള ബലം എനിക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്റെ ദൈവം സമ്മതിക്കും. The moment we step ahead to do God's will, inside us we have the strength. Nothing will happen without the Father's നമ്മുടെ knowledge. വീടിന്റെ മുകളിലടിച്ച കാറ്റിന് കഴിയാത്തത് കൊണ്ടല്ല, പിതാവ് സമ്മതിക്കാത്തത് കൊണ്ട്. It's not because the wind don't have the power to destroy our houses, but our Father did not allow it. നാം ഓടി
വഴിയിൽ കാറുകൾക്ക് അപകടം സംഭവിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല പിതാവ് സമ്മതിക്കാത്തത്. We did not encounter accident. It's not because of us. It's because the Father did not allow it. Hallelujah. കഴിഞ്ഞ ആഴ്ച ആരംഭത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ ഉറങ്ങിയാലും നമ്മൾ ഉണർന്നിരുന്നാലും നമ്മളല്ല പ്ലെയിനെ നിയന്ത്രിക്കുന്നത്. Last week I reminded you, even if you are awake or you are sleeping, we are not the one who's controlling the flight. നമ്മുടെ ഉറക്കമില്ലായ്മയൊന്നും അതിനെ ബാധിക്കുന്നില്ല. Our sleeping or being awake does not have anything to do with the flight. There is one pilot who is not sleeping at that time. നമുക്കൊന്നും സംഭവിക്കുന്നില്ല. Without our Jesus knowing, nothing happens to us. എനിക്കറിയാം നിനക്ക് മീൻ പിടിപ്പാനേ കഴിവുള്ളൂ. Peter, I know that you only have the ability to fish. എന്നാൽ ഞാൻ നിന്നെ അയക്കുന്നത് സകലവിധ വ്യാധിയെയും സൗഖ്യമാക്കാനാണ്. But I'm sending you to cast out every kind of disease. അയക്കുന്നത് ഭൂതങ്ങളുടെ മേൽ ജയമെടുക്കുവാനാണ്. I'm sending you out to cast out the demons. നിനക്ക് പരിചയമില്ലാത്ത ഈ കാര്യം, നിന്നെ പേടിപ്പിക്കുന്ന ഈ കാര്യം, നിനക്ക് ഭയങ്കരമായ ഈ കാര്യം, നിനക്ക് എങ്ങനെ കഴിയും? കഴിയുന്നത് നിനക്കൊരു പിതാവുള്ളതുകൊണ്ടാണ്. You don't have any experience, you don't know how to do it. It is not possible. But it's possible because you have a Father in heaven. ഈ വർഷത്തിൽ നമ്മുടെ അകത്തോട് നമുക്ക് പറയാം, This year, let us talk to us inside. ചിലത് ഈ വർഷം ചെയ്യും. I will do some things this year. എന്റെ പ്രാപ്തി കൊണ്ടല്ല, Not because of my ability. എന്റെ പിതാവിനോട് Because my Father is with me. Hallelujah. 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 നോക്കി നമുക്ക് നമ്മുടെ കർത്താവിന്റെ ബലം സ്വന്തമാണ്. Look at ourselves and we get the strength from God. നമ്മുടെ സ്വയത്തിൽ പ്രാപ്തരോ മിടുക്കരോ അല്ല സഹോദരങ്ങളെ. We are not so courageous within ourselves. എന്നാൽ നമ്മുടെ പിതാവ് സർവശക്തനാണ്. But our God is almighty. നിങ്ങളുടെ പിതാവ് അറിയാതെ നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകത്തില്ല. Without your Father knowing, not a single hair strand will come out of your head. ഒന്ന്, നമുക്ക് ഒരു പിതാവുണ്ട്. One, we have a Father. രണ്ട്, ആ പിതാവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നവനാണ്. The second is that Father takes care of us. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? So what should we do? 9-ാമത്തെയും 10-ാമത്തെയും വാക്യം. 9 and 10. മടിശീലെ